പക്ഷെ അതുപോലെ സംഭവിച്ച സമയത്ത് ഭയങ്കര ദയനീയാണ്. ശബ്ദം ഒരു കരച്ചിലെ ശബ്ദം കേട്ടെ, പിന്നെ ഒരു വീണ ശബ്ദം, ഓരോ കയ്യിൽ ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഈ നിങ്ങൾ കാണുന്നത് എന്താണ് അപ്പോൾ സംഭവിച്ചത്? നമ്മളത് കാണുന്നത് ഇവരെ 16-ാം വളവെന്ന് നമ്മളിവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവെന്ന്. അപ്പോൾ അന്നേരം ഇവർ നമ്മളെ മുമ്പിലൂടെ കവർ ചെയ്ത് പോയി. അപ്പോൾ നമ്മളവിടെ സെൽഫി എടുക്കുന്നു, ഓലവിടെ അന്നേരം സെൽഫി എടുക്കണ്ടേ. അപ്പോൾ ഓരോ കയ്യിൽ ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ 14 എത്തിന് പോലും 13 ഉണ്ട്. 13 എന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കണേ. 13 എന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കണേ. അപ്പോൾ ശബ്ദം ഒരു കരച്ചിലെ ശബ്ദം കേട്ടെ, പിന്നെ ഒരു വീണ ശബ്ദം. പോയി നോക്കുമ്പത്തിന് വണ്ടി താഴെ കൊക്കയിൽ കിടക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. അപ്പത്തിന് പിന്നെ നമുക്ക് നടക്കാനും കഴിയണില്ല, ഈ കണ്ണും കാണുന്നില്ല. അങ്ങനെ നമ്മളെ ഫോണൊന്നും റേഞ്ചില്ല. ഫസ്റ്റ് അവിടെ എത്തേണ്ടത് ഫോറസ്റ്ററാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരാളെ ഫോൺ വാങ്ങിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ മീഡിയാസിനെ റിപ്പോർട്ടറെ വിളിക്കണേ. ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോടത് പറഞ്ഞ് അങ്ങനെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് അവിടെ എത്തി. അത് ശരിക്ക് തമിഴ്നാടിനെ അതിൽ എടുത്ത് പറയണം. കാരണം ഓലെ എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടെന്ന് തന്നെ എത്തി. താഴത്തൊരു KSRTC ഉണ്ടായിന്, ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിൻപുറത്തെ കണ്ണൂരുള്ള വണ്ടിയുണ്ട്, പിന്നെ പാലക്കാട്ടുകാരുണ്ട്, പിന്നെ എനിക്കറിയാത്ത മലയാളികൾ കുറേ ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ടായി. കൊടുങ്കാടാണ്, ഈ നാട്ടുകാരായ ആരുമില്ല, ഈ യാത്രക്കാരായ ആളുകൾ മാത്രമാണ് അവിടെ. ഈ 42 വളവാണ് അവിടെ. ഈ 42 വളവിൽ ഈ 23 കഴിഞ്ഞാൽ 23 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള 7 വളവ് ഭയങ്കര ഹൈ ഡേഞ്ചർ വളവാണ്. കാരണം ഞാൻ തന്നെ അവിടെ 18-ാമത്തെ വളവെന്ന് കഴിച്ചില്ലായിരുന്നു. കാരണം ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരു ലോറി കയറി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പുറത്ത് കൂടെയാണ് എടുക്കേണ്ടത്. എന്നിട്ടും ഞാൻ എൻ്റെ റോങ് സൈഡാണ് എടുത്ത്. കാരണം എന്താ, എനിക്കല്ലെങ്കിൽ ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ആ വണ്ടി ലോറി അവിടെ നിർത്തി. കാരണം അത്രയും ഡേഞ്ചർ സ്ഥലമാണ്. ശരിക്കും സർക്കാർ ചെയ്യേണ്ടത് വലിയ വണ്ടിനൊന്നും എന്ത് ചെയ്യരുത്, ആ റൂട്ടിലൂടെ കടത്തി വിടരുത്. ഞാനിപ്പോൾ ഇരിക്കണതില്ലേ ഇത്ര ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം. ട്രാവലറിന്റെ ടയറിന്റെ വലിപ്പം കൂടി ഉണ്ടാവില്ല. ഇല്ല, ഇത്ര ഉണ്ടാവൂല. ഇവിടെ ജിയോ അല്ലാത്ത ഒരു സാധനം റേഞ്ചില്ല. ഈ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടോ? എത്തിക്കാൻ അവിടെ ശരിക്കും നന്നാക്കി അവിടെ ബസ്സിലുണ്ടായിരുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്ന ആളുകളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫയർഫോഴ്സൊക്കെ വേണ്ട രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എൻ്റെ വണ്ടി 14-ന് പിറകെ SI ആണ് എൻ്റെ വണ്ടി പറഞ്ഞത്, വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് SIനെ ഞാൻ മോളിന്ന് താഴേക്ക് കൊണ്ടുവരികയാണ്. താഴേക്ക് കൊണ്ടുവന്നിട്ട് അല്ല, താഴെന്ന് മോളിൽ കൊണ്ടുപോകാൻ. ഏതിന്? ഫയർഫോഴ്സിൻ്റെ വണ്ടി അവിടെ ഉണ്ട്. കാരണം ഈ ഫയർഫോഴ്സ് ഇറങ്ങിയതൊക്കെ ഈ കയറ് കെട്ടിയിട്ട്, ഫയർഫോഴ്സിൻ്റെ ഇതിൽ കയറ് കെട്ടും. കയറ് കെട്ടിയിട്ട് ആ കയറുമ്മ കൂടിയാണ് 5-8 ആളുകൾ ഒന്നായിട്ട് ഈ കൊക്കയിൽ വീണ വണ്ടിനെക്കൊള്ള അപ്പുറം ഇപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കാനും വേണ്ടി. പക്ഷെ അതുപോലെ സംഭവിച്ച സമയത്ത് ഭയങ്കര ദയനീയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ പലവരടുത്ത് ആ വീഡിയോ ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു സംഗതി അവിടെ ഉണ്ട്. കാരണം ഇതൊരു സംഭവിക്കുമ്പോൾ ഉണ്ട് ചില ആൾ വീഡിയോ എടുക്കല്. അതിലൊരു ഭയങ്കര ആ സമയത്ത് തന്നെ ചില ആളുകളൊക്കെ മരിച്ചിരുന്നു അല്ലേ? അത് ഞാൻ പറയാതിരിക്കലാന്ന്. എങ്ങനെയാണ് അവരെ വയ്ക്കുന്നത് അതിപ്പോൾ എനിക്ക് മീഡിയാസിനോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ പറയില്ല. അത് നമ്മൾ മനുഷ്യരല്ലേ.